ഇപ്പം നമ്മൾ ഓരോ ക്യാൻസേഴ്സിന് ഓരോ സ്പെസിഫിക് എക്സാമിനേഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാർ പറഞ്ഞ സ്ഥാനാർബുദത്തെ കുറിച്ച്, അപ്പോൾ അതിന് മാമോഗ്രാം നമ്മൾ പറഞ്ഞാറുണ്ട്. അതുപോലെ തന്നെ ലങ് ക്യാൻസറിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉണ്ട് സാർ? സ്പെസിഫിക്കിനേക്കാൾ ഉപരിയായിട്ട് നമ്മളിപ്പം ഒരു ഇതുപോലെയുള്ള സിംറ്റംസ് വരുന്ന വ്യക്തികൾ, അതുപോലെ നമുക്ക് സാധാരണയിൽ വിട്ടിട്ട് ഒരു പറഞ്ഞ മാതിരി 1-2 മാസത്തിന് മേലെ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു അസുഖത്തിന് വേണ്ടി മരുന്ന് കൊടുക്കുകയും അത് മാറാതെ നിൽക്കുകയും ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില ബേസിക് ടെസ്റ്റുകളുണ്ട്. രക്തപരിശോധന, ബേസിക് ആയിട്ടുള്ള രക്തപരിശോധനകളെല്ലാം ചെയ്യണം. നെഞ്ചിൻ്റെ എക്സ്റേ അത് എങ്ങനെയായാലും നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും. നെഞ്ചിൻ്റെ എക്സ്റേയിൽ നോർമലായിട്ടുള്ളൊരു എക്സ്റേ ആണെങ്കിൽ പോലും സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ രോഗിയുടെ ലക്ഷണങ്ങൾ വിട്ടുമാറാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള നിലയ്ക്ക് CT സ്കാൻ പോലെയുള്ള കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകേണ്ടി വരും. CT സ്കാൻ വളരെ ഒരു നല്ല ഒരു സ്ക്രീനിങ് ടൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ബിക്കോസ് വളരെ ചെറിയ ഒരു ലങ് ലീഷൻ, അതായത് ഒരു ചെറിയൊരു ട്യൂമർ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിൽ CT സ്കാൻ മാറിയിട്ടുണ്ട്. CT സ്കാൻ ആണ് ഈ ഫർദർ എന്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് നമുക്ക് ഒരു രൂപരേഖ തരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ. CT സ്കാനിൽ നമ്മൾ കാണുന്ന മുഴകളും അല്ലെങ്കിൽ പാടുകളും ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായി വേണ്ടുന്ന ഒരു ഉപാധിയാണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻഡോസ്കോപ്പി പോലെ തന്നെ ശ്വാസകോശത്തിനെ നേരിട്ട് പോയി കണ്ട് ശ്വാസനാളികളെ നോക്കിക്കണ്ട് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റാണ് ബ്രോങ്കോസ്കോപ്പി. ഒരു ഡേ കെയർ പ്രൊസീജിയറാണ്. അപ്പം CT സ്കാനിൽ ഇപ്പം വലത്ത് സൈഡിലൊരു മുഴ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രോങ്കോസ്കോപ്പി വഴി നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യുകയും അവിടെ നിന്ന് ടിഷ്യൂ എടുക്കുകയും ബയോപ്സി പോലുള്ള കാര്യങ്ങൾ എടുക്കുകയും അന്ന് തന്നെ പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നമുക്ക് നേരിട്ട് പോയി അവിടെ നിന്ന് ബയോപ്സി എടുക്കാൻ സാധിക്കും. രോഗിക്കൊരു മേജർ സർജറിയോ അല്ലെങ്കിൽ ഒരു ജനറൽ അനസ്തീഷ്യയോ ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് ഈ വക കാര്യങ്ങൾ ചെയ്തു തീർക്കാവുന്നതാണ്. ബ്രോങ്കോസ്കോപ്പിക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? ബ്രോങ്കോസ്കോപ്പി ഏതൊരു പ്രൊസീജിയറിനും സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കും. ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മേജറായിട്ടുള്ള സൈഡ് ഇഫക്റ്റുകളുള്ള ഒരു പ്രൊസീജിയർ അല്ല. എന്നിരുന്നാലും ബയോപ്സി, ലങ്സിൻ്റെ ബയോപ്സി എടുക്കുന്നതിൻ്റെ തരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ബ്രോങ്കോസ്കോപ്പിക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും ബയോപ്സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ബിക്കോസ് ശ്വാസകോശം എന്ന് പറയുന്നത് ഒരു വായു നിറഞ്ഞിരിക്കുന്ന ഒരു ബലൂൺ പോലെയാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു സൂചി കൊണ്ട് കുത്തുകയോ ബയോപ്സി പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുമ്പോൾ വായു ലീക്ക് ചെയ്ത് നെഞ്ചും കൂടിനും ലങ്സിനും ഇടയിൽ വന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിപ്പം ഓൾമോസ്റ്റ് 100 കണക്കിന് ബ്രോങ്കോസ്കോപ്പി ബയോപ്സിസ് നമ്മൾ ചെയ്തതിൽ
ഈവൻ വേൾഡ് ലിറ്ററേച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഇത് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 5% താഴെയാണ്. അതായത് 100 പേരിൽ ചെയ്ത് കഴിയുമ്പം 5 പേരിൽ താഴെയാണ് ഇങ്ങനെയുള്ള ഒരു എയർ ലീക്ക് പോലുള്ള കാര്യങ്ങൾ വരുന്നത്. 2, ഡെഫിനറ്റ്ലി ബ്ലീഡിങ് അത് ചെറിയ തോതിലാണെന്നുണ്ടെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ ബ്ലീഡിങ് നമുക്ക് ഈസി ആയിട്ട് ബയോപ്സി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്നുകൾ കൊടുത്ത് അവിടെ തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമാണ് ബ്രോങ്കോസ്കോപ്പ് പ്രൊസീജിയർ നമ്മൾ തീർക്കുക തന്നെ ചെയ്യുള്ളൂ. പിന്നെ മരുന്നുകൾ ചെറിയ സെഡേഷൻ പോലെയുള്ള കൊടുക്കേണ്ട ആവശ്യം വരാറുണ്ട്. അപ്പം മരുന്നുകളോടുള്ള അലർജി പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് ഒരു ഫുള്ളി മോണിറ്റേർഡ് സിസ്റ്റത്തിലാണ്. അതായത് രോഗിയുടെ ഓക്സിജൻ, രോഗിയുടെ പ്രഷർ, രോഗിയുടെ ഹാർട്ട് ബീറ്റ്സ് ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. പ്രൊസീജിയർ യൂഷ്വലി 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ സമയം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പേഷ്യൻറ്റിൻ്റെ വൈറ്റൽ സൈൻസ്, ഈ ഹാർട്ട് ബീറ്റും ശ്വാസഗതികളെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ യൂഷ്വലി കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ മിനിമലായിട്ടുള്ള കാര്യമാണ് ഉള്ളത്. സർ, ഇപ്പം ഈ ചെക്കപ്സിൻ്റെ കാര്യം പറയാനുണ്ട്. ഈ നമുക്ക് ഫുൾ ബോഡി ചെക്കപ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ലങ്സിൻ്റെ ആണെങ്കിലും ഇത് എത്രമാത്രം യൂസ്ഫുൾ ആണ് ലങ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാനായിട്ട്? ഇപ്പം വളരെയധികം ഒരു വാഗ്വാദങ്ങളും ഒരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് അത്. ഒരു സ്ക്രീനിങ് ടൂൾ എന്ന രീതിയിൽ നമുക്ക് CT സ്കാൻ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ ഇല്ല. പക്ഷേ ഭയങ്കര സസെപ്റ്റബിൾ ആയിട്ടുള്ള, അതായത് ഫാമിലി ഹിസ്റ്ററി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, അതുപോലെ തന്നെ ഈ സ്മോക്കിംഗ് ഹിസ്റ്ററി അല്ലെങ്കിൽ എക്സ്പോഷർ ഹിസ്റ്ററി ഉണ്ട്, ഈ ഒക്യുപ്പേഷണലായിട്ടായാലും ശരി സ്മോക്കിംഗ് ആയിട്ടാണെങ്കിലും ശരി വളരെയധികം റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സ്ക്രീൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ ഇപ്പം അതായത് എക്സ്റേയിൽ ഒരു ചെറിയൊരു നൊഡ്യൂൾ അല്ലെങ്കിൽ ഒരു പാട് കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഇൻവെസ്റ്റിഗേഷനായിട്ട് CT ചെയ്യും. CT ചെയ്ത് CTയിലെ ചില ഘടകങ്ങളുണ്ട്. CT വഴി തന്നെ നമുക്കിതൊരു ക്യാൻസറസ് ആണോ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള പാടുകളാണോ എന്നുള്ള ഒരു പരിധി വരെ നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. ഇതൊരു ക്യാൻസറസ് അല്ല അല്ലെങ്കിൽ ഒരു നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ CTയിൽ ഒരു സർട്ടൺ പ്രോട്ടോകോൾ ഉണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് സ്ക്രീൻ ചെയ്യണം. അതായത് 3 മാസം 6 മാസം അല്ലെങ്കിൽ വർഷാവർഷം റിപ്പീറ്റ് ചെയ്ത് നോക്കണം എന്നുള്ള കാര്യങ്ങളുണ്ട്. വളരെ സൈസ് കുറഞ്ഞിട്ടുള്ള ലീഷൻ സൈസ് കൂടുന്നുണ്ടോ, അതുപോലെ തന്നെ ഒരു ക്യാൻസറസ് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ടുള്ള സ്ക്രീനിങ് ആയിട്ട് നമ്മൾ CT ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം കൂടിച്ചേർന്നിട്ടാണ്. അല്ലാതെ ഒരൊറ്റ കാര്യം വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റില്ല. ഈ വക എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് CTയിലുള്ള പ്രോബ്ലംസ് വെച്ചിട്ട് നമുക്ക് ബയോപ്സി പോലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. സർ, ഈ ബയോപ്സി എന്നുള്ളൊരു അതിനെക്കുറിച്ച് സാറിനൊന്ന് വിശദീകരിക്കുമോ? ബയോപ്സിയും ഇതുപോലെ തന്നെ വളരെ CT ഗൈഡഡ് ബയോപ്സി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ട്രാൻസ്തൊറാസിക് ബയോപ്സി എന്ന് പറയുന്നതും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഡേ കെയർ OPD പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇതിൽ CT സ്കാനിൽ നമ്മൾ കാണുന്ന മുഴ എവിടെയാണെന്ന് നമ്മൾ അസസ് ചെയ്യുകയും അതിൻ്റെ ഡെപ്ത് അസസ് ചെയ്യുകയും ചെയ്തിട്ടാണ് നമ്മൾ ബയോപ്സിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ തരിപ്പിക്കാനായിട്ടുള്ളൊരു മരുന്ന് പെർട്ടിക്കുലർ പോർഷനിൽ ഇഞ്ചെക്ട് ചെയ്ത് ഒരു വിതിൻ 2 മിനിറ്റ്സ് ഓർ 5 മിനിറ്റ്സിനുള്ളിൽ ചെയ്ത് തീർക്കാവുന്ന കാര്യമാണ് ബയോപ്സി. ബയോപ്സിക്കും ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ബയോപ്സി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻറ്റിനെ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ ഒബ്സർവ് ചെയ്യും. സർ, ലങ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാമോ? ലങ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഇത്രയും ഇൻവെസ്റ്റിഗേറ്റീവ് മൊഡാലിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കിപ്പം പല ക്യാൻസറുകളും വളരെ ഏർലി സ്റ്റേജസിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം സ്റ്റേജ് 1 സ്റ്റേജ് 2 ഉള്ള ക്യാൻസേഴ്സ് എല്ലാതും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജിക്കലായിട്ട് നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് വളരെ ഒരു ലങ്സിൻ്റെ ഒരു പോർഷനിൽ മാത്രമാണ് അത് എഫക്റ്റഡ് ആയിട്ട് വരണേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ക്യൂറേറ്റീവ് ആണ്. ഓക്കെ, സ്റ്റേജ് 3 സ്റ്റേജ് 4 എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് ആണ്. സ്റ്റേജ് 3 സ്റ്റേജ് 4-നുള്ളിൽ സ്റ്റേജ് 3-ലും ചില സെലക്റ്റഡ് പേഷ്യൻസിന് നമുക്ക് സർജിക്കൽ കൊടുക്കാൻ പറ്റാറുണ്ട്. പക്ഷേ സർജറിയോടൊപ്പം തന്നെ പേഷ്യൻസിന് കീമോതെറാപ്പി, റേഡിയോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസും കൊടുക്കേണ്ടി വന്നേക്കാം.
ഇപ്പം കീമോതെറാപ്പിയിൽ തന്നെ പലപ്പോഴും നല്ല അഡ്വാൻസ്മെൻറ്റ്സ് ഇപ്പം വന്നിട്ടുണ്ട്. ഇപ്പം ലൈക്ക് ഇഞ്ചെക്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടാത്ത ഗുളിക രൂപത്തിൽ വരുന്ന എൻഡോത്തീലിയൽ ഫാക്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മരുന്നുകളൊക്കെ ഇപ്പം കഴിഞ്ഞൊരു 15 ഇയേഴ്സൊക്കെ ആയിട്ട് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ് ആക്ച്വലി. അപ്പം ഇതെല്ലാതും ട്രീറ്റ്മെൻറ്റ് നമ്മൾ നിശ്ചയിക്കുന്നത് രോഗിയുടെ സ്റ്റേജ് ഓഫ് ഡിസീസ്, അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഡിസീസ്. ലങ് ക്യാൻസറിനുള്ളിൽ തന്നെ പല വേരിയൻസ് ഉണ്ട്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്ക്വാമസ് സെൽ അഡിനോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെയധികം നമ്പർ ഓഫ് വേരിയൻസും ഉണ്ട്, ടൈപ്സ് ഉണ്ട്. ആ ടൈപ്പ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയിലേക്ക് പോകേണ്ടി വരും എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്. സർ, കുട്ടികളിൽ നമ്മൾ കാണാറുണ്ടോ സാറ് ഇപ്പം ട്രീറ്റ് ചെയ്ത കുട്ടികളിൽ? വളരെ യങ്ങർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് നമ്മൾ കാണുന്നില്ല. ബേസിക്കലി നമുക്ക് ടീനേജ് പോലുള്ള സമയത്തും അതുപോലെ തന്നെ ഒരു 20s to 30s വരുന്ന സമയത്തൊക്കെ നമ്മൾ പേഷ്യൻസിനെ കാണാറുണ്ട്. അതിലും നമുക്ക് ഈ എൽഡർലി ഓൾഡ് ഏജിൽ കാണുന്ന തരത്തിലുള്ള കാരണങ്ങൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അതിനുള്ളിൽ കുറച്ചും കൂടിയും ഒരു ലെസ് അഗ്രസീവായിട്ടുള്ള കാർസിനോയിഡ് ട്യൂമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്യൂമേഴ്സ് ഉണ്ട്. അതൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട് ടീനേജ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ യങ്ങർ ഗ്രൂപ്പിലും കണ്ടുവരാറുണ്ട്. കാർസിനോയിഡ് ട്യൂമേഴ്സ് ലങ്സിൻ്റെ ക്യാൻസർ തന്നെയാണ്, പക്ഷേ മറ്റ് ക്യാൻസറുകൾ, അതായത് ഇപ്പം അഡിനോ, സ്ക്വാമസ്, സ്മോൾ സെൽ എന്നൊക്കെ പറയുന്ന വേരിയൻ്റ് പോലെ അത്രയ്ക്കും അഗ്രസീവായി സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള ട്യൂമേഴ്സ് അല്ല. സർ, പിന്നെ നമ്മളിപ്പം പറയാനുള്ളത്, ഇപ്പം സർ പറഞ്ഞു ഒരു പ്രായമുള്ള ആൾക്കാരെല്ലാം കാണുന്നു, അപ്പോൾ അവരുടെ മെയിൻ ഫീച്ചർ പുകവലിയാണ് സർ എന്ന് നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ സാറിന് പബ്ലിക്കിനോട് എന്താണ് പറയാനുണ്ട് പുകവലിയെക്കുറിച്ച്? പുകവലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിലെ ഒരവയവത്തിനെയും സ്പെയർ ചെയ്യാത്ത ഒരു കാര്യമാണ്. ഒരവയവത്തിനെയും അത് വെറുതെ വിടുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് വളരെ നിർബന്ധമാണ്. ബിക്കോസ് അത് ക്യാൻസറുകളുടെ എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൂക്ക്, നേസോഫാരിങ്സ്, തൊണ്ട, അന്നനാളം, ശ്വാസനാളം, ലങ്സ്, പാങ്ക്രിയാസ്, ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ, എല്ലുകൾക്ക് വരുന്ന ക്യാൻസർ പോലെയുള്ള ക്യാൻസറുകളടക്കം, കിഡ്നിയിൽ വരുന്ന ക്യാൻസറുകൾ അടക്കം എല്ലാ കാര്യങ്ങളും പുകവലി കൊണ്ട് വരുന്നുണ്ട്. ബിക്കോസ് സിഗരറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബീഡിയുടെ ഉള്ളിൽ വരുന്ന കെമിക്കൽസിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാളും വളരെ കൂടുതലായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്. 3000 മുതൽ 4000 കെമിക്കൽസ്, ടോക്സിക് മെറ്റീരിയൽസ് ഒരു സിഗരറ്റിനുള്ളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം സ്മോക്കിംഗ് ഡെഫിനറ്റ്ലി ഒരു എന്താ പറയുക